എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം നമ്മൾ വിദ്യാലയത്തോടൊപ്പം വീട്ടിലൊരു ഓണമാണ് ആഘോഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും വീട്ടിൽ നമ്മൾ ഓണസദ്യയൊക്കെ ഉണ്ടാക്കും. ഈ ഓണസദ്യ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് പുളിയിഞ്ചി. പലതരം പുളിയിഞ്ചികളുണ്ട്. പക്ഷെ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത് പാവയ്ക്ക പുളിയിഞ്ചി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ നമുക്ക് പാവയ്ക്ക പുളിയിഞ്ചി ഉണ്ടാക്കാം എന്നുള്ളത്. പാവയ്ക്ക പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി പാവയ്ക്ക ചെറുതായി നുറുക്കിയതാണ് ഇത്. അതിനോടൊപ്പം ഒരു പകുതി സവാള ചെറുതായി നുറുക്കിയത്, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു പകുതി തക്കാളി, പഴുത്ത തക്കാളി ആയിരിക്കണം, അത് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് ഉലുവ, ജീരകം, അരി ഇതെല്ലാം കൂടി പൊടിച്ച് ചേർത്തിട്ടുള്ള ഒരു പൊടിയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയാണ്. പിന്നെ നമ്മൾ പുളി നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ബോളിൻ്റെ അത്ര പുളി എടുത്തിട്ട് നല്ലപോലെ കഴുകി ആ പുളിയുടെ വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാവയ്ക്ക പുളിയിഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമ്മൾ കുക്കിങ് തുടങ്ങണം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. നമ്മളത് വഴറ്റുന്ന സമയത്ത് നമുക്ക് ഉള്ളി, അതിനോടൊപ്പം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, തക്കാളി മാത്രം മാറ്റി വെച്ചിട്ട് പാവയ്ക്ക, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇട്ടിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ കൂട്ട് നമുക്ക് കുറച്ച് സമയം വഴറ്റാം. ഒന്ന് വാടി വരുന്നത് വരെ, നല്ലോണം വാടുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ പുളിവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതിൽ നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു നുള്ള് മുളക് പൊടി ഇടാം, കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടാം, ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടാം. അത് കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ തിളയ്ക്കണം. തിളച്ചിട്ട് ഈ പുളിവെള്ളം ഒന്ന് കുറഞ്ഞ് കുറുകി ഒരു വറ്റി വരണം. അത്രയും സമയത്ത് തിളയ്ക്കാൻ എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ആണി ശർക്കര ഇടാം. ഈ ശർക്കര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നല്ലപോലെ തിളയ്ക്കാം. കുറച്ച് സമയം കൂടി ഇത് തിളയ്ക്കണം. ഞാൻ അതിനകത്തൊരു കഷ്ണം കായം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി ഇപ്പോൾ ഇതായത് കുറുകി വറ്റി ഈ ഒരു പരുവത്തിലായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഈ നല്ല വറ്റിയൊരു പാകമായിരിക്കുകയാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉലുവ, ജീരകം, അരി ഇത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഈ ഒരു പൊടിയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കുക. നമ്മുടെ പാവയ്ക്ക പുളിയിഞ്ചി
തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ്. ഇത് വറ്റി ഈ രീതിയിലായി. നമുക്ക് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. നമ്മുടെ പാവയ്ക്ക പുളിയിഞ്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരുടെ വീട്ടിൽ സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ഓരോണം ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.